അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ഓട്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ള ദൃശ്യം 3യുടെ കാര്യമാണ്. ദൃശ്യം 3 ഇപ്പൊ ഈ മാസം സെപ്റ്റംബർ 21 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തൊടുപുഴയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം അവിടെ തന്നെ ആൾക്കാർ നടക്കുന്നുണ്ട്. 45 ദിവസത്തെ ഷൂട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളി ഇതിന് ദൃശ്യമാണെങ്കിലും ദൃശ്യം 2 ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 40-50 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വർഷം ഡിസംബറിൽ ഉണ്ടാവുന്ന ജിത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിക്കവാറും അടുത്ത വർഷം മാർച്ചിലേക്കാണ് ഇപ്പോൾ, അല്ലെങ്കിൽ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലേക്കാണ് ഇപ്പൊ ഷൂട്ട് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ആ ഡേറ്റ് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ യാഷിന്റെ ടോക്സിക്. ആ സിനിമ മാർച്ച് 19 ആയിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയില്ല, നമുക്ക് പല കാരണങ്ങളും കേൾക്കുന്നുണ്ട്. അതെ, കൃത്യമായിട്ട് കാരണം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാം. അപ്പോ ദൃശ്യത്തിന്റെ കാര്യമാണ് നമുക്ക് അതിനെ പറയാനുള്ളത്. ദൃശ്യം 3 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് റിസ്യൂം ചെയ്തു. മഴ കാരണം ബിജിക്കുട്ടിന് കഴിയാത്ത റീസണും കാരണം ഇനി വീണ്ടും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സിനിമയുടെ അടുത്തൊരു പോസ്റ്റർ വന്നത് ഭയങ്കരമായിട്ട് 3 കാലഘട്ടം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിട്ട് ഇപ്പൊ അത് മനസ്സിലാവുന്നുണ്ട്. പല രീതിയിൽ നമ്മൾ കാണാത്തൊരു സംഗതി അതിലുണ്ടാവും. പിന്നെ ഓൾറെഡി അവര് റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് മാർച്ച് റിലീസ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഷൂട്ട് പെട്ടെന്ന് നടക്കട്ടെ. അടുത്തത് നമ്മളെ ദിലീപിന്റെ പുതിയ പ്രൊജക്ട്, അത് ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് ഡെബ്യൂട്ട് പടത്തിൽ ദിലീപ് നായകനായിട്ട് അഭിനയിക്കും. ദിലീപിന്റെ പുതിയ പ്രൊജക്ട് ആണ്. അപ്പൊ ആ സിനിമ ഷാജി കൈലാസിന്റെ ഒരു സിനിമയിൽ ദിലീപ് മുന്നേ അഭിനയിച്ചിട്ടുണ്ട്, ഡോൺ എന്നുള്ള പറയുന്നത്. ഷാജി കൈലാസിന്റെ മകന്റെ സിനിമയിലും നായകനാവാനുള്ള ഒരു ഇതാൾക്ക് വന്നിരിക്കും. അടുത്ത മാസമാണ് സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അജയ് ഡേവിഡ് കാച്ചിപ്പിലാണ് DOP ആയിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും അത്യാവശ്യം പ്രോമിസിംഗ് പ്രൊജക്ട് തന്നെയാണ്. അടുത്ത നമ്മുടെ DK41, പുള്ളിയുടെ അടുത്ത തെലുങ്ക് ഫിലിം. ഇപ്പോൾ ഓൾറെഡി പോയ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. അപ്പൊ ഇതിൽ പൂജ ഹെഗ്ഡെ ആണ് നായികയായിട്ട് വരുന്നത്. അപ്പൊ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ റാപ്പ് ആയിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ ഷൂട്ടും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. സിനിമയുടെ മ്യൂസിക് ജീവിയാണ്. അതെ, അടുത്തത് പെറ്റ് ഡിറ്റക്റ്റീവ്, ഷറഫുദ്ദീൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. ആ സിനിമ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത സമയം നമ്മൾ വിഷു റിലീസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുപമയാണ് അതിന്റെ പേരായിട്ട് അഭിനയിക്കുന്നത്. സിനിമ ഗൂഗിളാണ് ഡിസ്ട്രിബ്യൂഷൻ. നല്ലൊരു ഡേറ്റ് കിട്ടി, നല്ല റിലീസും കിട്ടും. പുള്ളിക്കത്തെ പോയത്. ഇനിയിപ്പോ അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദിയുടെ ബയോപിക്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് വരാൻ പോവാണ്. അതായത് മുന്നേറ് ബയോപിക് ഉണ്ടായിട്ട് നമ്മളെ വിവേക് ഒബ്രോയ് അഭിനയിച്ചു. ഇപ്രാവശ്യം ഇതില് നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ ഉണ്ണി മുകുന്ദനാണ് ആ ബയോപിക്കിൽ അഭിനയിക്കണേ എന്നുള്ളതാണ് വാർത്ത പുതിയത്. ക്രാന്തികുമാർ CH എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് ഡയറക്ടറാണ്, നാഷണൽ ഫിലിം അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹമാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വർക്കുകൾ ഈ വർഷം അവസാനത്തോടുകൂടി ചിലപ്പോൾ തുടങ്ങും. മാ വന്ദേ എന്നാണ് സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ പടം ഓൾറെഡി പാൻ ഇന്ത്യൻ ആണ്, കാരണം 5 ഭാഷയിലെങ്ങാട്ട് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് നോക്കുകയാണെങ്കിൽ സൂര്യയുടെ അടുത്ത പ്രൊജക്ട്, അതായത് ജിത്തുവിന്റെ അല്ല, അതിനുശേഷം വരുന്ന പ്രൊജക്ട്, അത് RKFI ആണ് പ്രൊഡക്ഷൻ വരുന്നതാണ് ഇപ്പൊ നമുക്ക് കേൾക്കുന്ന വാർത്തകൾ. അതറിയാം, നമുക്ക് രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ, കമൽഹാസന്റെ പ്രൊഡക്ഷൻ ഹൗസ്. അപ്പോ പുള്ളിയുടെ അടുത്ത പടം എന്ന് പറയുമ്പോൾ അതൊരു ഹിന്ദി ഡയറക്ടർ ആവുന്നതാണ് ഇപ്പൊ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ ലൈനപ്പ് ഇപ്പൊ അങ്ങനെയാണല്ലോ, തമിഴ്, തെലുങ്ക്, മലയാളം. അപ്പൊ ഇനിയിപ്പോ അടുത്തത് വേറൊരു ലാംഗ്വേജ് ഡയറക്ടർ ആയിരിക്കുമല്ലോ. എന്തായാലും അതും അത്യാവശ്യം ഒരു പ്രതീക്ഷയുള്ള പ്രൊജക്ട് തന്നെയായിരുന്നു. 46ഉം 47ഉം ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. അപ്പോ അടുത്ത അതിന്റെ സിനിമ അതിന് മുകളിൽ പോകണല്ലോ. ഇനി അടുത്തത് ശിവകാർത്തികേയൻ, മുരുകദാസ്. അവരുടെ ഇപ്പോ ലാസ്റ്റ് വന്നത് മദ്രാസി സിനിമയ്ക്ക് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നല്ലതാണെന്നും മോശമെന്നും പറഞ്ഞുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടായി. മുരുകദാസും എന്താ പറയാ, സുധീറിന് കൊടുത്ത ഇന്റർവ്യൂവിലും കുറച്ച് കാര്യങ്ങൾ പുള്ളിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അടുത്ത സിനിമ വരാൻ പോവുകയാണ്. മുരുകദാസിന്റെ അടുത്ത സിനിമ SK ആണ് ചെയ്യാൻ പോണത്, അനി കോമ്പിനേഷൻ. ഇതേ ടീം. പുള്ളി എന്തായാലും ഇപ്രാവശ്യം കുറച്ചും കൂടി മുരുകദാസിന് ഇഷ്ടംപോലെ സമയമുണ്ട് അതുപോലെ ഇരുന്ന് വർക്ക് ചെയ്യണം. കാരണം SKക്ക് ഇനി ഒരുപാട് സിനിമകൾ വരാനുണ്ട്. സിബിയുടെ പടം, വെങ്കട് പ്രഭുവിന്റെ പടം, പുഷ്കർ ഗായത്രിയുടെ പടം. അപ്പൊ 2 വർഷം സമയമുണ്ട്. ആ 2 വർഷം കൊണ്ട് നല്ലൊരു സ്ക്രിപ്റ്റ് പുള്ളിക്ക് തയ്യാറാക്കാൻ പറ്റട്ടെ.